ഈ ശോംശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 20. 2033 എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ട് നമ്മുടെ കർത്താവ് ശോംശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ടുള്ള നമ്മുടെ നവവത്സര ധ്യാനത്തിലെ പഴയ നിയമ വചനധ്യാനം ക്ലാസ് 20. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഛായ സാദൃശ്യം, അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കത് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ആരാണ് മനുഷ്യൻ? ആരാണ് മനുഷ്യൻ? മനസ്സുള്ള ജീവിയാണ് മനുഷ്യൻ എന്ന് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഋഗ്വേദം 1:104, 9, 8, 21, 14 കാണാം. എങ്കിലും ആരാണ് മനുഷ്യനെന്ന് കൃത്യമായി നിർവചിച്ചത് ബൈബിളിലെ വേദത്താളുകളാണ്, സത്യവേദമാണ്. ദൈവം ലോഗോസാണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യവുമുള്ള പരബ്രഹ്മം, ദ സുപ്രീം ബീയിങ് വിത്ത് ആബ്സല്യൂട്ട് ലവ്, ആബ്സല്യൂട്ട് ഫ്രീഡം, ആബ്സല്യൂട്ട് റീസൺ. അതാണ് ദൈവം. അതിനാണ് ലോഗോസ് എന്ന് പറയണേ. ദൈവം ലോഗോസാണ്. യോഹന്നാൻ 1:1. അങ്ങനെ ലോഗോസായ ദൈവം അവൻ്റെ ലോഗോസ്, അതായത് വിശേഷ ബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യവും ഒരു ജീവിയുമായി പങ്കുവെച്ചു. ദൈവത്തിൻ്റെ ലോഗോസ് ഏത് ജീവിയിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. അങ്ങനെയാണ് യോഹന്നാൻ 10:34-35. ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. അവർ ദൈവങ്ങളെന്ന് പറയുന്നത് മനുഷ്യരെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ലോഗോസ് ഏത് ജീവിയിലേക്ക് വന്നുവോ, ആരിലേക്ക് വന്നുവോ അവരാണ് ഭൂമിയിലെ ദൈവം, ഭൂമിയിലെ ദൈവങ്ങൾ. ആ ജീവിയാണ് മനുഷ്യൻ, ഭൂമിയിലെ ദൈവം. യോഹന്നാൻ 10:34-35. തീർച്ചയായിട്ടും വലിയൊരു സാഹസമാണ് ദൈവം എടുക്കുന്നത്. ഭയങ്കര വലിയ റിസ്ക്കാണ്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യമാണ് മനുഷ്യനാക്കുന്നത്. ഈ ചിലപ്പോഴെങ്കിലും ചോദിക്കാറുണ്ട്, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ എനിക്ക് എന്നെ സ്വാതന്ത്ര്യമില്ലാതെ ജനിപ്പിക്കേണ്ടതല്ലായിരുന്നോ? ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തിനെതിരെ തിരിയും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ ദൈവം എനിക്ക് സ്വാതന്ത്ര്യമില്ലാതെ തന്നെ ജനിപ്പിക്കേണ്ടതല്ലേ? നമുക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് കരുതുക. അപ്പം നമ്മൾ പിന്നെ എന്താകും? ഈ പുസ്തകത്തിന് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. പട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? പശുവിന് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. ഈ മേശയ്ക്കോ ഡെസ്കിനോ ലോകത്ത് മറ്റെന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. എന്തുകൊണ്ടാണ് ആനയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കോടതി ഹാജരാക്കാത്തത്? തെരുവ് പട്ടി സ്കൂൾ കുട്ടികളെ കടിച്ചു കൊന്നു. എന്ത് തെരുവ് പട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? അവയ്ക്കൊന്നും നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മ നിരാകരിക്കാനും നന്മ സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യമില്ല. നന്മ തിന്മകളെക്കുറിച്ചുള്ള ജീവൻ്റെ വൃക്ഷം അവയ്ക്കില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മ നിരാകരിക്കാനും നന്മ സ്വീകരിക്കാനുമുള്ള കപ്പാസിറ്റിയാണ്, ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇതൊന്നും തന്നെ മറ്റൊരു ജീവിക്കുമില്ല, ഒരു വസ്തുവിനുമില്ല. അപ്പം സ്വാതന്ത്ര്യമുള്ള ഏക ജീവിയാണ് മനുഷ്യൻ. മറിച്ചാണ് പറയേണ്ടത്, സ്വാതന്ത്ര്യമാണ് മനുഷ്യനാക്കുന്നത്. സ്വാതന്ത്ര്യമാണ് മനുഷ്യനാക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മാത്രമേ സ്നേഹിക്കാനും കഴിയൂ. പട്ടിയുടെ സ്നേഹം പൂച്ചയുടെ സ്നേഹം എന്ന് പറയുന്നതൊന്നും സ്നേഹമല്ല. അതിന് സ്നേഹമെന്ന് കരുതാനും പാടില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചാലേ എനിക്ക് മറ്റുള്ള സ്നേഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തെറ്റായ ഫിലോസഫിയും സ്വീകരിക്കരുത്. നാം നമ്മെ തന്നെ സ്നേഹിച്ചാൽ അതിനെ ആത്മരതി എന്നാണ് പറയുക. ആത്മരതി രോഗമാണത്. അപ്പോൾ നമ്മെ തന്നെ ശ്രദ്ധിക്കണം. അതിന് സ്നേഹമൊന്നും വേണ്ട. നിങ്ങളൊരു ചെടി നട്ടു കഴിഞ്ഞാൽ ആ ചെടി സൂര്യപ്രകാശം ഉള്ളത് തന്നെ പോകും. അതിനെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? അല്ല, അതൊക്കെ ഇൻസ്റ്റിങ്ച്വലാണ്. ഇല്ലേ? അങ്ങനെയല്ലേ? ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം വെള്ളമുള്ളിടത്തേക്ക് അത് പോകില്ലേ? അത് അതിനെ തന്നെ ശ്രദ്ധിക്കില്ലേ? അതിനോട് തന്നെ കരുതലില്ലേ? അതിന് സ്നേഹം എന്ന ഫാക്കൽറ്റി ഉണ്ടോ? അപ്പം നമ്മെ തന്നെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആ സൈക്കോളജി വലിയ തെറ്റാണ്. നമ്മെ തന്നെ സ്നേഹിക്കുന്നതാണ് സ്വാർത്ഥത. നമ്മളുമായിട്ട് പ്രണയത്തിലാകുന്നതാണ് ആത്മരതി. അത് മാനസിക രോഗമാണ്. കർത്താവ് പറഞ്ഞത്, നീ നിന്നെ തന്നെ ത്യജിക്കുക, ഡിനൈ യുവർ സെൽഫ്, നിന്നെ തന്നെ നിഷേധിക്കുക, എന്നിട്ട് കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. അതാണ് ശരിക്കും സാധിക്കുക. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് സ്നേഹമുള്ളത്.
അപ്പോൾ സ്വാതന്ത്ര്യവും സ്നേഹവും വിശേഷ ബുദ്ധിയുമുള്ള ഏറ്റവും ചെറിയ ജീവിയാണ് മനുഷ്യൻ. സ്വാതന്ത്ര്യം, നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മയും നിരാകരിക്കാൻ അറിയാം, സ്വീകരിക്കാനും പറ്റും. അപ്പോൾ ഒരു വലിയ ഒരു സാഹസമുണ്ട്. ഈ തനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ദൈവം ഇല്ലെന്ന് വരെ മനുഷ്യൻ കാച്ചിക്കളയും. അങ്ങനെ എത്ര പേരെ പറയണേ? അപ്പോൾ ഈ ഒരു സാഹസം എടുക്കണോ എടുക്കണ്ടയോ? അതായത് നമ്മുടെ വിശേഷ ബുദ്ധിയും പിന്നെ സ്നേഹവും സ്വാതന്ത്ര്യവും, ഈ 3 കാര്യങ്ങളെയാണ് ഛായ എന്ന് പറയുന്നത്, സാദൃശ്യം എന്ന് പറയുന്നത്. ഇത് മനുഷ്യനുമായി പങ്കുവെക്കണോ? അതൊരു സാഹസമല്ലേ? ആ സാഹസം ഉള്ളത് കൊണ്ടാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ചർച്ച ചെയ്യണേ. നമ്മൾ അതേക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. പിതാവ് പുത്രനോടും പരിശുദ്ധാത്മാവും ചർച്ച ചെയ്യാണ്. നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കണോ? വലിയ സാഹസമാണ്. അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇല്ലെന്ന് തന്നെ കാച്ചിക്കളയും. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ തന്നെ സ്വാതന്ത്ര്യമാണ്, കാറ്റതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നെന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്. പുത്രൻ തമ്പുരാനും പറഞ്ഞു, അവർ നമ്മൾ നിഷേധിച്ചാലും നമ്മളില്ലാണ്ടാവില്ലല്ലോ, അത് സാരമില്ല, സ്വാതന്ത്ര്യത്തോടെ അവനെ സൃഷ്ടിക്കുക. അങ്ങനെയാണ് ദൈവം വിശേഷ ബുദ്ധിയും സ്വാതന്ത്ര്യവും സ്നേഹവുമുള്ള ജീവിയായിട്ട് മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും കുലീനനായ മനുഷ്യന്റെ സൃഷ്ടിയുടെ പവിത്രതയും ഗാംഭീര്യവുമാണ് ഈ വേദവചനം വെളിപ്പെടുത്തുന്നത്. മനുഷ്യരിലുള്ള ദൈവത്തിൻ്റെ ലോഗോസാണ് മറ്റ് മൃഗങ്ങളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നത്. ദൈവവുമായി ബന്ധപ്പെടാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നതും ഈ ലോഗോസ് തന്നെ. ദൈവത്തിൽ നിന്ന് വന്ന ലോഗോസാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള എപ്പോഴും ബന്ധത്തിലേ മനുഷ്യനായിരിക്കാൻ പറ്റൂ. ഈ മതം എന്ന് പറയുന്നത് ബന്ധമാണ്. അല്ലാണ്ട് തോന്നിയ മതങ്ങളെല്ലാം, ഒരു ബന്ധമില്ലാത്ത മതങ്ങളൊന്നും മതങ്ങളല്ല. ബന്ധം എന്ന് പറഞ്ഞാൽ അല്ലേ, ദൈവമായുള്ള ബന്ധത്തെയാണ് മതം എന്ന് പറയണേ. സത്യദൈവമായിട്ട് ബന്ധമില്ലാത്ത ഒരു മതവും മതമല്ല, ഒക്കെ രാഷ്ട്രീയമാണ്. മനുഷ്യരിലുള്ള വിശേഷ ബുദ്ധിയും ഇച്ഛാശക്തിയും സ്നേഹവും സ്വാതന്ത്ര്യവും ദൈവത്തിന്റെ തനി സ്വഭാവത്തിന്റെ സാദൃശ്യം ഈ അവരിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് മനുഷ്യരിൽ. ഇവ ദൈവത്തിൽ നിന്ന് വരുന്നതിനാൽ എത്രമാത്രം ദൈവത്തിലേക്ക് മനുഷ്യർ വരുന്നുവോ അത്രത്തോളമാണ് അവർ ബുദ്ധിയുള്ളവരാകുക. എത്രമാത്രം ദൈവത്തിലേക്ക് വരുന്നുവോ അത്രത്തോളമാണ് സ്നേഹമുള്ളവരാകുക. എത്രത്തോളമാണ് ദൈവത്തിലേക്ക് വരുന്നത് അത്രത്തോളമേ സ്വാതന്ത്ര്യം അനുഭവിക്കൂ. എത്രത്തോളം ദൈവത്തിന് അകന്നു പോകുന്നുവോ അത്രത്തോളം അവര് ബുദ്ധിയില്ലാത്തവരായി, മൃഗങ്ങളായി, സ്നേഹമില്ലാത്തവരായി, സ്വാതന്ത്ര്യമില്ലാത്തവരായി അധപതിക്കും, അടിമകളായും തീരും. ഇത്തരം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ ചോദ്യം ചോദിക്കും, അല്ലച്ചോ ശാസ്ത്രം പറയുന്നുണ്ടല്ലോ മനുഷ്യക്കുരങ്ങൾ പോലുള്ള ജീവികളിൽ പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായതെന്ന്, ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചതൊന്നും അല്ലെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ. ഒന്നാമതായി അത് തീർത്തും തെളിയിക്കപ്പെട്ട സിദ്ധാന്തമല്ല. പരിണാമ സിദ്ധാന്തം ഒരു അഭിപ്രായം മാത്രമാണ്, ഒരു തിയറി. പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല. ശാസ്ത്രജ്ഞനാണ് വികസിപ്പിച്ചെടുത്തതെങ്കിലും ശാസ്ത്രീയ സത്യമല്ല അത്. മാനുഷികമായ ഒരു പ്രത്യയ ശാസ്ത്രമോ ഭാവനയോ ആണ്. ശാസ്ത്രീയ സത്യമല്ല, മാനുഷികമായ ഒരു പ്രത്യയ ശാസ്ത്രം അല്ലെങ്കിൽ ഭാവന. ഇനി മനുഷ്യക്കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ചാട്ടത്തെ പരിണാമം എന്നല്ലല്ലോ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായി ഡാർവിൻ പറഞ്ഞത്. പരിണാമ ദിശയിലെ കുതിച്ചുചാട്ടം എന്നാണ്, എവല്യൂഷണറി ലീപ്പ്. എന്താണ് പരിണാമം എന്ന് ഉപയോഗിക്കാതെ എവല്യൂഷണറി ലീപ്പ്, പരിണാമ ദിശയിലെ കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞത്? പരിണാമം സാവകാശമുള്ള മാറ്റം, പരിണാമ ദിശയിൽ കുതിച്ചുചാട്ടം, സഡൻ ജമ്പ്, പെട്ടെന്നുള്ള ചാട്ടമാണ്, കുതിച്ചുചാട്ടമാണ്. എന്തുകൊണ്ടാണ് ഡാർവിൻ അങ്ങനെ പറഞ്ഞത്? മനുഷ്യനിലുള്ള സ്നേഹവും സ്വാതന്ത്ര്യവും എങ്ങനെ വന്നു ചേർന്നുവെന്ന് ഇതുവരെയും ശാസ്ത്രത്തിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യരിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, സ്നേഹവും സ്വാതന്ത്ര്യവും മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഇതെവിടെ നിന്നാണ് മനുഷ്യലേക്ക് എത്തിയതെന്ന് ശാസ്ത്രത്തിന് ഇതുവരെയും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഡാർവിൻ പറഞ്ഞത് ഒരു നഷ്ടപ്പെട്ട കണ്ണിയുണ്ട്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് ഒരു പരിണാമം ഉണ്ടെങ്കിൽ തന്നെയും ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റാത്ത ഒരു നഷ്ടപ്പെട്ട കണ്ണിയുണ്ട്, എ മിസ്സിംഗ് ലിങ്ക്. ആ നഷ്ടപ്പെട്ട കണ്ണിയാണ് യേശു പണ്ട് വെളിപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവർ ദൈവങ്ങളെന്ന് വിളിച്ചു. അത് യേശു പറയുന്നത് സങ്കീർത്തനത്തിൽ കോട്ട് ചെയ്തിട്ടാണ്. സങ്കീർത്തനം സോളമനിൽ നിന്ന് വരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി, ഇസ്രായേലിലെ ജ്ഞാനി എന്ന് കരുതപ്പെട്ട സോളമനാണ് മനുഷ്യൻ ആരാണ് എന്ന നിർവചനം കൊടുത്തത്. ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവർ ദൈവങ്ങളെന്ന് വിളിച്ചു. ദൈവങ്ങളെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയാണ്, രാജാക്കന്മാരെയും മനുഷ്യരെയും ഒക്കെ. ദൈവം തൻ്റെ ലോഗോസ് മനുഷ്യരുമായി പങ്കുവെച്ച് അവരെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന കാരണം കൊണ്ടാണ് മറ്റ് ജീവികളുടെ മേലും പ്രപഞ്ചത്തിൻ്റെ മേലും മനുഷ്യന് അധികാരം കിട്ടിയത്. അപ്പോൾ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് വിശ്വാസികൾക്ക് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ വിശ്വാസികൾ പലരും പരിണാമ സിദ്ധാന്തം
അംഗീകരിക്കുന്നത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ആ വ്യാഖ്യാനം പറഞ്ഞതേ ഉള്ളൂ. പരിണാമ സിദ്ധാന്തം അനുസരിച്ചാണെങ്കിൽ പോലും യേശു പറഞ്ഞ ആ വ്യാഖ്യാനമാണ് ശാസ്ത്രത്തിനും സ്വീകാര്യം. കാരണം ഈ നഷ്ടപ്പെട്ടു പോയ കണ്ണി, അത് ആ കണ്ണി ഫില്ല് ചെയ്യാൻ യേശുവിൻ്റെ വചനങ്ങൾക്ക് കഴിയും. ശാസ്ത്രം പറഞ്ഞ് നഷ്ടപ്പെട്ട കണ്ണിയുണ്ടെന്ന്. അതെ, നഷ്ടപ്പെട്ട കണ്ണിയുണ്ട്, ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കർത്താവ് യേശു മിശിഹാ പറഞ്ഞിട്ടുണ്ട്, അതും സോളമനെ കൂട്ടുപിടിച്ചിട്ട്. അപ്പോൾ അത് സ്വീകരിക്കാം എന്നുള്ളതാണ് പോയിന്റ്. ഞാൻ ഒന്നുകൂടി പറയാം, ദൈവം തൻ്റെ ലോഗോസ് മനുഷ്യമായി പങ്കുവെച്ച് അവരെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച കാരണം കൊണ്ടാണ് മറ്റ് ജീവികളുടെ മേലും പ്രപഞ്ചത്തിൻ്റെ മേലും മനുഷ്യന് അധികാരം കിട്ടിയത്. സങ്കീർത്തനം 8:4-8. മനുഷ്യനുള്ള ദൈവത്തിൻ്റെ ലോഗോസിനെ നാം ആത്മാവെന്ന് വിളിക്കുന്നു. അക്കാരണം കൊണ്ടാണ് മനുഷ്യരെ കൊല്ലുന്നത് ശിക്ഷാർഹമായിരിക്കുന്നത്. മനുഷ്യരിലുള്ള ദൈവഛായ വകവരുത്താനുള്ള ശ്രമമാണല്ലോ അത്. മനുഷ്യരിലെ ദൈവാംശം അപഹരിക്കാനുള്ള ശ്രമമായതിനാൽ അത് പാപം മാത്രമല്ല, ദൈവനിന്ദയമാണ്. പരിണാമദിശയിലെ മറ്റൊരു മൃഗമാണ് മനുഷ്യരെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റു മൃഗങ്ങളെ കൊല്ലുന്ന പോലെ മനുഷ്യനെ കൊന്നാൽ എന്താ കുഴപ്പം? മനുഷ്യർ വെറും മൃഗങ്ങളായി പരിഗണിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമാണ് ഇപ്പം നാം അനുഭവിക്കുന്നത്. പട്ടിക്കും പൂച്ചയ്ക്കും തെരുവ് പട്ടിക്കും കാണ്ടാമൃഗത്തിനും ആനയ്ക്കും പുലിക്കും ഒക്കെ ഈ ലോകത്ത് ജീവിക്കാം, മനുഷ്യനൊഴികെ. അങ്ങനെ ഒരു അവസ്ഥയായി. ഈ പരിണാമ സിദ്ധാന്തം പഠിപ്പിച്ച് മനുഷ്യന് വിലയില്ലാതാവുകയും മറ്റെല്ലാത്തിനും വില ഉണ്ടാവുകയും ചെയ്തു. യൂറോപ്പിൽ ഇല്ലേ, പട്ടിയെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. മനുഷ്യന് വേണ്ട. മനുഷ്യക്കുറങ്ങുന്നുണ്ടായതാന്നുള്ള ഈ പരിണാമ സിദ്ധാന്തത്തിന് അനന്തര ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ കൊല്ലുന്നതിന് ഒരു മടിയുമില്ല. മറ്റൊരു മൃഗം എന്ന് കണക്കാക്കുകയാണ് മനുഷ്യനെ. അങ്ങനെ മനുഷ്യനെ ദൈവത്തോളം ഉയർത്തുന്ന ഒരു തത്വചിന്തയാണ് ബൈബിൾ അവതരിപ്പിക്കുന്നതെങ്കിൽ, മനുഷ്യനെ വെറും മൃഗമായിട്ട് അധപതിപ്പിക്കുന്ന ഒരു ഫിലോസഫിയാണ് ശാസ്ത്രം അവതരിപ്പിക്കുന്നതെങ്കിൽ, ഇത് രണ്ടും നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക? നിങ്ങളെ വെറും മൃഗമായിട്ട് അധപതിപ്പിക്കുന്ന ഒരു ഫിലോസഫി, അതാണ് പരിണാമ സിദ്ധാന്തം. നിങ്ങളെ ദൈവത്തോളം ഉയർത്തുന്ന ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു വെളിപാട്, അതാണ് ബൈബിള്. നിങ്ങൾ യുക്തി വെച്ചിട്ട് ചിന്തിക്കുക, ഇതിലേതാ നല്ലത്? നമ്മളെ താഴേക്ക് വലിച്ചിടുന്ന ഒരു ഫിലോസഫിയാണോ നല്ലത്? പരിണാമ സിദ്ധാന്തം എന്ന ഒരു ഫിലോസഫിയാണോ നല്ലത്? അതോ നാം ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിലെ ദൈവങ്ങളാണെന്നുള്ള ആ മഹത്തായ വെളിപാടോ? യുക്തിവാദികളും ബുദ്ധിയുള്ളവരും ചിന്തിച്ച് നോക്കൂ. ഇനി ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു വകഭേദം ഞാൻ പറയാം, നമ്മുടെ നാട്ടിലുള്ളത് സനാതന ധർമ്മം. ഈ സ്റ്റാലിൻ്റെ മകൻ, അതിൻ്റെ പേരെന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ അല്ലേ, അദ്ദേഹം പറഞ്ഞു സനാതന ധർമ്മം എന്ന് പറയുന്നത് ഈ കൊറോണ വൈറസ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പകർച്ചവ്യാധി പോലെയോ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞു. ഒരുപാട് കോലാഹലമുണ്ടായി. വാസൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താണ് ഈ സനാതന ധർമ്മം എന്ന് പറയണേ? സനാതനം എന്ന് നിലനിൽക്കേണ്ടത് എന്താണ് ധർമ്മം? കുറച്ച് ആളുകൾ ഉയർന്ന ജാതിയാണ്, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഇതാണ് സനാതന ധർമ്മം. അതിൽ ചേരാൻ നിൽക്കുന്നവർ പുറജാതികൾ. ഇങ്ങനെ മനുഷ്യരെ തട്ടുകളായി തിരിച്ച് ചിലർ ഉയർന്നവരും ചിലർ മേലാളരും ചിലർ കീഴാളരും ചിലർ അയിത്തജാതിക്കാരും ചിലർ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉള്ളവർ. ഇത് സനാതനമായി നിൽക്കണമത്രേ. അതായത് ലോകാവസാനം വരെ ഇത് സനാതനമായി നിൽക്കണമത്രേ. ഈ ഉച്ചനീചിത്വം, ചിലർ വലിയവരും ചിലർ ചെറിയവരും, സമത്വം വേണ്ടെന്ന്, തുല്യത വേണ്ടെന്ന്, ഈ വിവേചനം ഒരുപാട് മുന്നോട്ട് പോവാണ്. മേലാളനും കീഴാളനും മാത്രമല്ല, സവർണനും അവർണനും മാത്രമല്ല, വെളുത്ത ആര്യനും നോർത്ത് ഇന്ത്യക്കാരനും കറുത്ത ദ്രാവിഡനും തെക്കേ ഇന്ത്യക്കാരനും, ഹരിജനും ഹരിയുടെ ജനമല്ലാത്തവനും. ആദിശങ്കരൻ്റെ കാലത്താണ് ഈ കേരളത്തിലെ ജാതി വ്യവസ്ഥ വരുന്നത്. ആദിശങ്കരൻ്റെ കാലത്ത് തന്നെ അതിനോട് എതിർപ്പുണ്ടായിരുന്നു. കീഴാള ജാതി എന്ന് കരുതപ്പെട്ട ചണ്ടാലന് വഴിമാറാൻ മേലാള ജാതിയായി ശങ്കരൻ പറഞ്ഞു. ഞാനെന്തിന് വഴിമാറണമെന്നായി ചണ്ടാലൻ. നിങ്ങളുടെ ശരീരത്തിലും എൻ്റെ ശരീരത്തിലും ഓടുന്ന രക്തത്തിൻ്റെ നിറം ചുവപ്പ്, പിന്നെ എങ്ങനെ നിങ്ങളുടെ ആത്മാവ് ശുദ്ധവും എൻ്റെത് അശുദ്ധവുമാകുമെന്ന് ചണ്ടാലൻ ചോദിച്ചു. ആദിശങ്കരന് മാനസാന്തരം ഉണ്ടായി എന്നാണ് കഥ. മനീഷ പഞ്ചകത്തിൽ അങ്ങനെയാണ്. എന്നിട്ട് മാനസാന്തരം ഉണ്ടായിട്ട് എന്തുണ്ടായി? ശങ്കരൻ്റെ ഈ പിൻഗാമികളെ വന്നവർ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാണ്ടാക്കിയോ? കീഴാള മേലാള വിഭാജനം ഇപ്പോഴും നിലനിൽക്കല്ലേ? ഇങ്ങനെ മനുഷ്യരെ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ വിവേചനം കാണിക്കുന്ന സമുദായത്തിൽ മനുഷ്യാന്തസ്സിനെ കുറിച്ചുള്ള ബൈബിളിലെ സത്യവേദം പഠിപ്പിക്കുന്ന ഉന്നതമായ ആ ദൈവശാസ്ത്രം, അതായത്
ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ദൈവം തന്റെ വിശേഷ ബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യം പങ്കുവെച്ച് കൊടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവരാണ് ദൈവങ്ങള്. അവിടെ മേലാളനും കീഴാളനും ഒന്നുമില്ല. ദൈവത്തിന്റെ ലോഗോസ് ഏത് ജീവിയിലേക്ക് വന്നുവോ അവരാണ് മനുഷ്യര്. ഈ ഉന്നതമായ ദൈവശാസ്ത്രം, മനുഷ്യനെക്കുറിച്ചുള്ള വെളിപാട്, അത് ഈ പറഞ്ഞ ഉച്ചനീചത്വങ്ങൾ നിൽക്കുന്ന സമുദായത്തിൽ നമ്മൾ പ്രഘോഷിക്കണം. ഈ വെളിപാട് സ്വീകരിക്കാനായിട്ട് അവരോട് പറയണം. എന്നിട്ട് സ്വീകരിച്ച് വരുമ്പോൾ പിന്നെ നമ്മുടെ സമുദായത്തിലെ മേലാളനും കീഴാളനും അവർണനും സവർണനും തൊട്ടുകൂടായ്മനും തീട്ടക്കൂടായ്മയും അത് ഉണ്ടാകാനും പാടില്ല. ശരിക്കു പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണത്തിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് ഇന്ത്യയിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അത് നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.